കൊല്ലം ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ വേസ്റ്റുകളാണ് ഈ ടാങ്കർ ലോറിയിൽ ഈ റോഡ് സൈഡിൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിയ വസ്തുവിന്മേലാണ് ഇത്തരത്തിൽ കൊണ്ടു തള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ ആശുപത്രികളുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച്, മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ച് അത് സംസ്കരിക്കേണ്ടതാണ്. അത്തരം സംസ്കാരം നടത്താതെ ഇത്തരം പൊതു ജനവാസ മേഖലയിൽ കൊണ്ടുതള്ളി മനുഷ്യന് മാരകമായ അസുഖങ്ങളും മറ്റുള്ളതും പഠനം അതാണ് ഇത്തരത്തിൽ ചെലവ് കുറച്ച് അങ്ങനെ മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കരിക്കാതെയാണ് ഈ ടാങ്കർ ലോറിയിൽ കൊണ്ട് തെള്ളുന്ന കാഴ്ചയാണ് ഈ തൃക്കോൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ കാണാൻ കഴിയുന്നത്. തൃക്കോവിൽവട്ടം കൊല്ലം കണ്ണനല്ലൂർ റോഡിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അജി കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ റോഡ് സൈഡിൽ ടാങ്കർ ലോറിയിൽ 3-4 ടാങ്കർ ലോറി നിറച്ച് ഈ വസ്തു, നമ്മുടെ മുന്നിൽ കാണുന്ന ആ വസ്തുവിനകത്ത് കൊണ്ടുവന്ന് മാലിന്യം തള്ളിയെന്നതായിട്ടാണ് സമീപവാസികൾ പറയുന്നത്. അതൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ മാലിന്യമായിട്ടാണ് അവർ പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ്, അങ്ങനെ പരാതി വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇത്തരത്തിലൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ അന്വേഷണത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ അല്ല ഈ വസ്തു, വേറൊരു വ്യക്തിയുടെയാണ്. അദ്ദേഹത്തിനെ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്തരം രേഖകളെല്ലാം പഞ്ചായത്തിലുണ്ടല്ലോ, ആരെ വസ്തുവാണെന്നുള്ളത് കരമടയ്ക്കുന്നതെല്ലാം പഞ്ചായത്തിലാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത്തരം വസ്തു ആരെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? വസ്തു കണ്ടുപിടിച്ചൊരു അബ്ദുൽ സലാമാണ്, ആരാം ക്രഷർ എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ മാലിന്യം കൊണ്ടുതള്ളി അത് പരിശോധിക്കണ്ടേ? തുറന്നെങ്കിലല്ലേ ഇത് പരിശോധിക്കാൻ പറ്റത്തുള്ളൂ? തീർച്ചയായിട്ടും നാളെ തന്നെ അത് കൊണ്ടുപോകുന്ന ആളിനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തുറന്ന് പരിശോധിച്ച് എത്ര ഉന്നതനായാലും അതിൻ്റെ നടപടികൾ എടുക്കും. കഴിഞ്ഞ 25 വർഷങ്ങളോളം ഇടതുപക്ഷം ഭരിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് തൃക്കോട്ടം ഗ്രാമപഞ്ചായത്ത്. ആ 25 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഭരണത്തിലെത്തിയത്. അപ്പോൾ മുൻകാലങ്ങളിൽ ഇരുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അവരൊക്കെ എങ്ങനെയാണ്, പുതുതായിട്ട് നിങ്ങളുടെ ഭരണത്തോട് സഹകരിക്കുന്നുണ്ടോ? നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നല്ല ഉദ്യോഗസ്ഥരാണ്. നല്ല ഭരണസമിതിയുമായിട്ട് നല്ല സഹകരണം ഉള്ള ഉദ്യോഗസ്ഥരാണുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും ഇത്തരം ആശുപത്രി മാലിന്യമാണെങ്കിൽ മറ്റുള്ള മാലിന്യം പോലുള്ള ഈ ജനങ്ങൾക്കും സമൂഹത്തിനും വായുവിലൊക്കെ വളരെയധികം ദോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. തൃക്കോട്ടം ഗ്രാമപഞ്ചായത്തിലെ നിവാസികൾക്കും പ്രകൃതിക്കും ദോഷമായിരുന്ന എന്ത് നടപടിയായാലും എത്ര ഉന്നതനായാലും ശക്തമായ നടപടി സ്വീകരിക്കും. നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. ഇവിടെ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയൊക്കെ വിളിച്ചു ഈ ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ. ഇന്നിപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ഇവിടെ പ്രഥമമായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന മുഖ്യ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെല്ലാവരെയും വിളിച്ചപ്പോൾ അവരെല്ലാം ഒഴിഞ്ഞു മാറുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഈ സ്ഥാപനത്തിന് സ്വകാര്യ മെഡിക്കൽ കോളേജ്, കൊല്ലം ജില്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ മാലിന്യമാണെന്ന് പറഞ്ഞപ്പോൾ അവരാരും തന്നെ ഇതിനെ പ്രതികരിക്കുന്നില്ല.